2018 ഓഗസ്റ്റ്. കേരളം മഴയുടെ ശബ്ദത്തിൽ ഉണർന്ന ദിവസങ്ങൾ. പക്ഷേ ആ മഴ സാധാരണ മഴയായിരുന്നില്ല. വീടുകൾ വെള്ളത്തിൽ മുങ്ങി, റോഡുകൾ നദികളായി, പല കുടുംബങ്ങളും മേൽക്കൂരകളിൽ സഹായം കാത്തിരുന്നു. ആലപ്പുഴയിലെ ഒരു ചെറിയ വീട്ടിൽ ഒരമ്മയും 2 മക്കളും കുടുങ്ങിക്കിടന്നു. വെള്ളം ആദ്യം മുറ്റത്തേക്ക് കയറി, പിന്നെ വരാന്തയിലേക്ക്, അവസാനം വീട്ടിനുള്ളിലേക്കും. അമ്മ കുട്ടികളെ ചേർത്തുപിടിച്ച് പറഞ്ഞു, ഭയപ്പെടണ്ട, ആരെങ്കിലും വരും. പക്ഷെ അവളുടെ ശബ്ദത്തിൽ തന്നെ ഭയമുണ്ടായിരുന്നു. ഫോൺ ചാർജ് അവസാനിക്കുകയായിരുന്നു. നെറ്റ്വർക്ക് ഇടയ്ക്ക് മാത്രം കിട്ടി. അവൾ അവസാനമായി ഒരു നമ്പറിലേക്ക് വിളിച്ചു. സാർ, ഞങ്ങൾ വീട്ടിൽ കുടുങ്ങി, കുട്ടികൾ കൂടെയുണ്ട്, ദയവായി രക്ഷിക്കണം. മറുപടി വന്നു, സ്ഥലമയക്കൂ, ഞങ്ങൾ വരാം. അവൾക്കറിയില്ലായിരുന്നു, ആ ഞങ്ങൾ പോലീസ് മാത്രമല്ല, സൈന്യം മാത്രമല്ല, കടലിന്റെ മക്കളുമായിരുന്നു. അന്നേ ദിവസം കടൽ തീരങ്ങളിൽ നിന്ന് 100 കണക്കിന് മത്സ്യത്തൊഴിലാളികൾ അവരുടെ വള്ളങ്ങളുമായി പുറപ്പെട്ടു. അവർക്ക് മെഡൽ വേണ്ടായിരുന്നു, ക്യാമറ വേണ്ടായിരുന്നു, അവർക്ക് പ്രശസ്തി വേണ്ടായിരുന്നു. അവർക്ക് ഒരേയൊരു ലക്ഷ്യം മാത്രമുണ്ടായിരുന്നു, ജീവൻ രക്ഷിക്കണം. കടലിൽ തിരയെ തോൽപ്പിച്ചവർ അന്ന് വീടുകൾക്കിടയിലൂടെ ഒഴുകുന്ന വെള്ളത്തെയും തോൽപ്പിക്കാനിറങ്ങി. വള്ളം ആ വീട്ടിന്റെ അടുത്തെത്തിയപ്പോൾ കുട്ടികൾ കരയുകയായിരുന്നു. വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തമായിരുന്നു. ഒരു മത്സ്യത്തൊഴിലാളി വള്ളത്തിൽ നിന്ന് ഇറങ്ങി. അവൻ വിളിച്ചു പറഞ്ഞു, ചേച്ചി, കുട്ടികളെ ആദ്യം തരൂ. അമ്മ വിറയ്ക്കുന്ന കൈകളോടെ കുട്ടികളെ കൈമാറി. ഒരു കുഞ്ഞ് പേടിച്ച് ചോദിച്ചു, അമ്മേ, നമുക്കൊന്നും സംഭവിക്കില്ലല്ലോ? അമ്മ അവനെ ചേർത്തുപിടിച്ചു പറഞ്ഞു, ഇല്ല മോനെ, ചേട്ടന്മാർ വന്നല്ലോ. അവസാനം അമ്മയും വള്ളത്തിലേക്ക് കയറി. അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ചേട്ടാ, നിങ്ങളാരാ? അവൻ ചിരിച്ചു പറഞ്ഞു, ഞങ്ങൾ അടുത്തുള്ള കടൽക്കാരാ ചേച്ചി. അവൾ കൈകൂപ്പി. അവൻ ഉടനെ പറഞ്ഞു, കൈകൂപ്പണ്ട്, സുരക്ഷിതമായിരിക്കൂ. വള്ളം പതുക്കെ വെള്ളം നിറഞ്ഞ വഴികളിലൂടെ മുന്നോട്ട് നീങ്ങി. ഒരു വശത്ത് മുങ്ങിയ വീടുകൾ, മറ്റൊരു വശത്ത് സഹായം കാത്തുനിൽക്കുന്ന ആളുകൾ. ആ മത്സ്യത്തൊഴിലാളികൾ ഒരിടത്തു നിർത്തിയില്ല. ഒരു വീട്ടിൽ നിന്ന് ഒരു വൃദ്ധനെ എടുത്തു, മറ്റൊരു വീട്ടിൽ നിന്ന് ഗർഭിണിയായ സ്ത്രീയെ രക്ഷിച്ചു, മറ്റൊരിടത്തു നിന്ന് ചെറിയ കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് വള്ളത്തിലിരുത്തി. അന്നവർ മത്സ്യം പിടിക്കാൻ പോയില്ല. അവർ പോയത് മനുഷ്യരുടെ ജീവൻ പിടിച്ചു നിർത്താനായിരുന്നു. അവരെ സുരക്ഷിതമായ ഒരു ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. അവിടെ പലരുമുണ്ടായിരുന്നു. സ്വന്തം വീട് നഷ്ടപ്പെട്ടവർ, വസ്ത്രങ്ങളും സാധനങ്ങളും നഷ്ടപ്പെട്ടവർ, പ്രതീക്ഷ നഷ്ടപ്പെടാത്തവർ. ഒരു കുഞ്ഞു മത്സ്യത്തൊഴിലാളിയോട് ചോദിച്ചു, ചേട്ടാ, നിങ്ങൾ വീണ്ടും വരുമോ? അവൻ തലയിൽ കൈവച്ച് പറഞ്ഞു, ആർക്കെങ്കിലും സഹായം വേണമെങ്കിൽ തീർച്ചയായും വരും. ആ ദിവസങ്ങളിൽ കേരളം ഒരു വലിയ കുടുംബമായി. മതം ചോദിച്ചില്ല, ജാതി ചോദിച്ചില്ല, പാർട്ടി ചോദിച്ചില്ല. ഒരാൾ ചോദിച്ചത് ഒരേയൊരു കാര്യം മാത്രം, നിനക്ക് സഹായം വേണോ? പ്രളയം വീടുകൾ തകർത്തു, റോഡുകൾ തകർത്തു, സ്വപ്നങ്ങൾ പോലും തകർത്തു. പക്ഷെ മനുഷ്യരുടെ മനസ്സുകൾ ഒന്നാക്കി. 2018 പ്രളയം കേരളത്തിന്റെ വേദനയായിരുന്നു. പക്ഷെ അതേസമയം കേരളത്തിന്റെ മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ തെളിവുമായിരുന്നു. ആ ദിവസങ്ങളിൽ പലർക്കും ദൈവം ക്ഷേത്രത്തിലോ പള്ളിയിലോ പള്ളിയറയിലോ മാത്രം കണ്ടില്ല. അവർ ദൈവത്തെ കണ്ടത് ഒരു വള്ളത്തിലായിരുന്നു. മഴയിൽ നനഞ്ഞ്, കൈനീട്ടി, ഒരു വാക്ക് പറഞ്ഞുകൊണ്ട്, വാരൂ, ഞങ്ങളുണ്ടല്ലോ. കേരളം പല ദുരന്തങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഓരോ ദുരന്തത്തിലും കേരളം തെളിയിച്ചത് ഒന്നാണ്, മനുഷ്യൻ മനുഷ്യനായി നിന്നാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ രക്ഷ.